കുറച്ചു നാൾ മുമ്പ് മലയാളികളുടെ ജനിതക പഠനത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് കമൻറ്റുകൾ കിട്ടി. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു കമൻറ്റ് പറയിപ്പറ്റ പന്തിരി കുലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമൻറ്റായിരുന്നു. ഈ DNA പഠനത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ പറയിപ്പറ്റ പന്തിരി കുലത്തിലും പറയുന്നതെന്ന്. പറയിപ്പറ്റ പന്തിരി കുലം എന്ന മിത്തിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ വേഗമായിട്ടുള്ള ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ഞാൻ വായിക്കുന്നത്. അത് വായിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഇത് മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ മുഴുവനും അറിഞ്ഞിരിക്കേണ്ട ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു കഥയാണ്. ഇതിൻ്റെ അവസാന ഭാഗങ്ങൾ ഒരു സന്ദേശമുണ്ട്. മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്ന, ഒരുമയെ സൂചിപ്പിക്കുന്ന ഒരു സന്ദേശം അവസാന ഭാഗത്തേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ വരുന്ന ഭാഗങ്ങളിലൊക്കെ മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എന്തായാലും ആ മിത്ത് അല്ലെങ്കിൽ ആ കഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഐതിഹ്യമാലയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ പണ്ഡിതനായ ജ്യോതിശാസ്ത്രജ്ഞനായ വ്യക്തിയായിരുന്നു വരരുചി. ഒരിക്കൽ മഹാരാജാവ് വരരുചിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. വരരുചി, താങ്കൾക്ക് രാമായണത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം. എനിക്കൊരു സംശയമുണ്ട്. രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകം ഏതാണ്? വരരുചിക്ക് അതൊരു ഇടുത്തിയായിട്ടാണ് തോന്നിയത്. കാരണം തനിക്ക് അത്തരത്തിലുള്ള ഒരു ചിന്തയും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. രാമായണത്തിലെ ശ്ലോകങ്ങളൊക്കെ കൃത്യമായിട്ടറിയാം, പക്ഷേ അതിൽ ഏറ്റവും മികച്ചത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരരുചിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. പക്ഷേ മഹാരാജാവിനോട് അങ്ങനെ അറിയില്ലെന്ന് പറയാൻ സാധിക്കില്ല. അറിയില്ലെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ താൻ പിന്നീട് ഈ സദസ്സിൽ പോലും ഉണ്ടായിരിക്കില്ല. ഏറ്റവും പണ്ഡിതരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ. തനിക്ക് ആ സ്ഥാനം നഷ്ടപ്പെടും. അതുകൊണ്ട് വരരുചി തനിക്കറിയില്ലെന്ന് പറഞ്ഞില്ല. വരരുചി പറയുന്നത്, മഹാരാജൻ, എനിക്ക് ഒരു 41 ദിവസത്തെ സമയം വേണം. മഹാരാജാവ് സമ്മതിച്ചു. 41 ദിവസം എടുത്തോളൂ. പക്ഷേ 41 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏറ്റവും മികച്ച ശ്ലോകം ഏതാണെന്ന് പറയാൻ സാധിച്ചില്ലെങ്കിൽ താങ്കൾ പിന്നെ ഈ സദസ്സിൽ ഉണ്ടായിരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ശ്ലോകം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഈ സദസ്സിലുള്ള സകല ആളുകൾക്കും ബോധ്യമുണ്ടാകണം അതുതന്നെയാണ് ഏറ്റവും മികച്ച ശ്ലോകമെന്ന്. വരരുചി ഒട്ടും സമയം കളഞ്ഞില്ല. അദ്ദേഹം പല നാടുകളിലേക്ക് യാത്ര പുറപ്പെട്ടു. ഓരോ നാട്ടിലുമുള്ള പണ്ഡിതരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. ഓരോരുത്തർക്കും ഓരോരോ ശ്ലോകങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും വരരുചിയെ തൃപ്തിപ്പെടുത്തിയില്ല. കാരണം അതൊന്നും ഏറ്റവും മികച്ച ശ്ലോകമായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ട് ഒരുപാട് നാടുകളൊക്കെ സഞ്ചരിച്ചതിന് ശേഷം 40ാമത്തെ ദിവസം അദ്ദേഹം ഒരു വനത്തിലെത്തിച്ചേർന്നു. അതിനിബിഡമായിട്ടുള്ള ആ വനത്തിലെ ഒരു ആൽത്തറയിൽ അന്ന് വിശ്രമിക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. തന്നെ ഇനി വനദേവതകൾ രക്ഷിക്കട്ടെ. അദ്ദേഹം ഉറങ്ങിക്കിടന്ന ആ ആൽമരത്തിൻ്റെ മുകളിലായി വനദേവതകൾ ഉണ്ടായിരുന്നു. ഒന്നല്ല, ഒന്നിലധികം വനദേവതകൾ. വനദേവതകൾ വേറെയുമുണ്ട്. ഒരു കൂട്ടം വനദേവതകൾ ഈ ആൽമരത്തിൻ്റെ മുകളിൽ എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന വനദേവതകളോട് പറഞ്ഞു, ഇവിടെ തൊട്ടടുത്ത് ഒരു പറയി പ്രസവിക്കാൻ പോവുകയാണ്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ? പക്ഷേ ആ ആൽമരത്തിലുണ്ടായിരുന്ന വനദേവതകൾക്ക് ഇപ്പോൾ അവിടെ നിന്ന് പോകാൻ സാധിക്കുമായിരുന്നില്ല. കാരണം വരരുചി തങ്ങളെ വിശ്വസിച്ചാണ് ഇവിടെ കിടക്കുന്നത്. ആ ബ്രാഹ്മണൻ ഇവിടെ കിടക്കുന്നിടത്തോളം നേരം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ നേരെ ആ പറയുടെ വീട്ടിലേക്ക് പോവുക. പറയി പ്രസവിക്കുന്നത് നിങ്ങൾ നേരിട്ട് കാണുക. അവിടെ നടക്കുന്ന സകല വിശേഷങ്ങളും തിരികെ വന്ന് ഞങ്ങളോട് പറയുക. ആ വനദേവതകൾ നേരെ പറയുടെ വീട്ടിലേക്ക് പോയി. കുറച്ചധികം നേരം കഴിഞ്ഞാണ് പിന്നീട് അവർ മടങ്ങി വരുന്നത്. അവർ എല്ലാവരും വളരെ സന്തുഷ്ടരായിരുന്നു. കാരണം അവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത പറയാനുണ്ടായിരുന്നു. പറയി അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. മാത്രമല്ല, ഈ മരത്തിൻ്റെ കീഴിൽ കിടന്നുറങ്ങുന്ന മാംവിധി ശ്ലോകം അറിയാത്ത ആ ബ്രാഹ്മണൻ കുറച്ചധികം വർഷങ്ങൾ കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യും. ഇതവിടെ കിടന്നിരുന്ന വരരുചി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാതിൽ 2 കാര്യങ്ങളാണ് തറച്ചു കയറിയത്. ഒന്ന്, മാംവിധി ശ്ലോകം. എന്തുകൊണ്ട് താനിത് മറന്നുപോയെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. മാംവിധി ശ്ലോകമല്ലേ ഏറ്റവും മികച്ച ശ്ലോകം? മാം വിദ്ധി ജനകാത്മജം. ജനകൻ്റെ പുത്രിയായ സീത അമ്മയാണെന്ന് അറിയുക. രാമൻ നിൻ്റെ അച്ഛനാണെന്ന് അറിയുക. നിങ്ങൾ പോകുന്ന വനം അത് നമ്മുടെ അയോധ്യ മഹാരാജ്യമാണെന്ന് മനസ്സിലാക്കുക. സന്തോഷത്തോടുകൂടി അവരുടെ ഒപ്പം പോയി തിരികെ വരിക. വനവാസം രാമന് ലഭിച്ചിരുന്ന ശിക്ഷയാണ്, അല്ലാതെ ലക്ഷ്മണൻ അനുഭവിക്കേണ്ട ശിക്ഷയായിരുന്നില്ല. പക്ഷേ തൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ മറന്ന് രാമനോടൊപ്പം രാമൻ്റെ ഒരു ദാസനായി അല്ലെങ്കിൽ രാമൻ്റെ ഒരു പുത്രനായി, സീതയുടെ ഒരു പുത്രനായി അവരോടൊപ്പം യാത്ര പുറപ്പെടാൻ ലക്ഷ്മണൻ്റെ പ്രിയപ്പെട്ട അമ്മ സുമിത്ര കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണിത്.
വരരുചി പെട്ടെന്ന് തന്നെ അവിടുന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. കൊട്ടാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി മാം വിധി ജനകാത്മജം എന്ന ശ്ലോകത്തെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞു. രാജാവിന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന സകല ആളുകൾക്കും വരരുചി പറഞ്ഞ ആ ശ്ലോകത്തോട് പൂർണ്ണമായിട്ടുള്ള തൃപ്തിയാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും വരരുചിയെ വിശേഷിപ്പിച്ചു വിക്രമാദിത്യൻ്റെ സദസ്സിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി, അല്ലെങ്കിൽ വിക്രമാദിത്യൻ്റെ രാജ്യത്തിൽ തന്നെ ഏറ്റവും പണ്ഡിതനായിട്ടുള്ള വ്യക്തി. കൂടാതെ അദ്ദേഹത്തിന് ഒരുപാട് ധനവും സമ്മാനമായിട്ട് കൊടുത്തു. പക്ഷേ വരരുചിയുടെ മനസ്സിൽ അപ്പോഴും ഒരു കാർമേഘം ഉരുണ്ടുകൂടിയിട്ടുണ്ടായിരുന്നു. ദേവതന്മാർ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഈ ശ്ലോകത്തെക്കുറിച്ച്, മറ്റൊന്ന് പറയെ വിവാഹം കഴിക്കാൻ പോകുന്ന ബ്രാഹ്മണനായ വരരുചിയെക്കുറിച്ച്. വരരുചിക്ക് അത് സങ്കല്പിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. താൻ വെറും ഒരു ബ്രാഹ്മണൻ മാത്രമല്ല, അതിനുപരി ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച പണ്ഡിതൻ കൂടിയാണ്. എന്നെപ്പോലെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു പറയ സ്ത്രീയെ വിവാഹം ചെയ്യുക? വനദേവതകൾ പറയുന്ന കാര്യം തെറ്റില്ല, അത് വിധിയാണ്. പക്ഷേ അതൊരിക്കലും നടക്കാൻ പാടില്ല. അത് നടക്കാതിരിക്കണമെങ്കിൽ ആ പെൺകുട്ടിയെ, ആ പിഞ്ചു കുഞ്ഞിനെ വകവരുത്തണം. അതിനുവേണ്ടി വളരെ ക്രൂരമായിട്ടുള്ള ഒരു പദ്ധതി വരരുചി ആവിഷ്കരിച്ചു. അത് രാജാവിൻ്റെ മുൻപിൽ പോയി അവതരിപ്പിക്കുകയും ചെയ്തു. മഹാരാജൻ, നമ്മുടെ രാജ്യത്തിൽ ഒരു ദുശകുനം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ രാജ്യം നശിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ന സ്ഥലത്ത് ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ഒരു പറയ സ്ത്രീയിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്തിന് ഒരു രീതിയിലുള്ള യശസ്സും ഉണ്ടാകുന്നതല്ല. ഈ നാട് നശിച്ചു പോകുന്നതാണ്. അത് ഒഴിവാക്കണമെങ്കിൽ ആ പെൺകുട്ടിയുടെ തലയിൽ ഒരു ആണി തറച്ച് പുഴയിലൂടെ ഒഴുക്കി വിടണം. വിക്രമാദിത്യന് അത് വളരെ ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് തോന്നിയെങ്കിലും സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ, ആ രാജ്യത്തിലുള്ള അനേകം ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ക്രൂരത ചെയ്യാനായിട്ട് അദ്ദേഹം തുനിഞ്ഞിറങ്ങി. വരരുചി പറഞ്ഞതുപോലെ തന്നെ തലയിൽ ഒരു ആണി അടിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ടു. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. വരരുചി പല പ്രദേശങ്ങളും കണ്ടു, കൂടുതൽ അറിവുകൾ സ്വന്തമാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിനിടയിലാണ് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ എത്തിച്ചിരുന്നത്. അന്ന് അദ്ദേഹം ഊണ് കഴിച്ചത് ആ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നായിരുന്നു. ആ വീട്ടുടമയുടെ അതിസുന്ദരിയായ മകളായിരുന്നു അന്ന് ഭക്ഷണം വിളമ്പിക്കൊടുത്തത്. ഇത്രയധികം സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ അതിനു മുമ്പ് വരരുചി കണ്ടിട്ടുണ്ടായിരുന്നില്ല. വരരുചിക്ക് ആ പെൺകുട്ടിയോട് പ്രണയം തോന്നി. പ്രണയം ബ്രാഹ്മണനായിട്ടുള്ള ആ പെൺകുട്ടിയുടെ പിതാവിനെ അറിയിച്ചു. പിതാവിന് അതിയായ സന്തോഷമായിരുന്നു. കാരണം വരരുചിയെപ്പോലുള്ള ഒരു വ്യക്തി തൻ്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്നു. അത് തനിക്കും തൻ്റെ കുടുംബത്തിനും മകൾക്കും കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിരിക്കും. അധികം വൈകാതെ തന്നെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. വിവാഹ ദിവസം രാത്രിയിൽ വരരുചി ആ പെൺകുട്ടിയുടെ തലയിൽ ഒരു വലിയ പാട് കണ്ടു. എന്താണ് നിൻ്റെ തലയിൽ ഇങ്ങനൊരു പാട്? അപ്പോഴാണ് ആ സ്ത്രീ സത്യം തുറന്നു പറയുന്നത്. ശരിക്കും ഞാനൊരു ബ്രാഹ്മണ സ്ത്രീയൊന്നുമല്ല. എന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കളഞ്ഞു കിട്ടിയതാണ്. ആരോ എന്നെ പുഴയിലൂടെ ഒഴുക്കി വിട്ടു. അന്നവർക്ക് എന്നെ കിട്ടുമ്പോൾ എൻ്റെ തലയിൽ ഒരു വലിയ മുറിപ്പാടുണ്ടായിരുന്നു. ഒരു ആണി തറച്ചതുപോലുള്ള മുറിപ്പാട്. ഇപ്പോൾ അതൊക്കെ ഭേദമായി, പക്ഷേ ആ പാട് മാത്രം മാറുന്നില്ല. വരരുചിക്ക് കലശലായിട്ടുള്ള കുറ്റബോധം തോന്നി. താൻ വിധിയെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ക്രൂരമായ കൃത്യമായിരുന്നു. എങ്കിൽ കൂടി വിധി നടക്കേണ്ടതുപോലെ തന്നെ നടന്നിരിക്കുന്നു. വരരുചിക്ക് അതിനു മുൻപ് നടന്ന സകല കാര്യങ്ങളും തൻ്റെ ഭാര്യയോട് തുറന്നു പറയേണ്ടി വന്നു. കുറ്റബോധം കൊണ്ട് അയാളുടെ മനസ്സ് നീറുകയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ടുപേരും ഒരിക്കലും അവസാനിക്കാത്ത ഒരു തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ പറയ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിനെ നോക്കാൻ വരരുചി കൂട്ടാക്കിയില്ല. വരരുചിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു, ആ കുട്ടിക്ക് വായുണ്ടോ ഇല്ലയോ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, കുഞ്ഞിന് വായുണ്ട്. വാകീറിയ ദൈവം ആ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം കൊടുത്തോളൂ. ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് തീർത്ഥയാത്ര തുടരാം. ആ അമ്മയ്ക്ക് തൻ്റെ ഭർത്താവ് പറയുന്ന ആജ്ഞകൾ അനുസരിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് അവർ രണ്ടുപേരും അവരുടെ തീർത്ഥയാത്രയുമായി മുന്നോട്ട് പോയി. കുറച്ചുനാൾ കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പറയ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അപ്പോഴും വരരുചിക്ക് ആ കുഞ്ഞിൻ്റെ മുഖം കാണണമെന്നുണ്ടായിരുന്നില്ല. ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, ആ കുഞ്ഞിന് വായുണ്ടോ വായില്ലേ. കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു, കുഞ്ഞിന് വായുണ്ട്. വാകീറിയ ദൈവം ആ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം കൊടുത്തോളും. നമുക്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അടുത്ത തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് യാത്ര പുറപ്പെടാം. അങ്ങനെ അവർ യാത്ര ചെയ്ത് വർഷങ്ങൾ പിന്നിട്ടു. അപ്പോഴേക്കും ആ അമ്മ 11 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയായിരുന്നു. ആ 11 കുഞ്ഞുങ്ങൾക്കും വായുള്ളത് കൊണ്ട് തന്നെ അവർ ആ കുഞ്ഞുങ്ങളെ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ച് യാത്ര തുടർന്നു.
ഒടുവിൽ 12ാമത്തെ ഒരു കുഞ്ഞിന് കൂടി പറയ സ്ത്രീ ജന്മം നൽകി. അപ്പോഴും വരരുചി കുഞ്ഞിനെ നോക്കുന്നില്ല. കുഞ്ഞിനെ നോക്കാതെ തന്നെ അദ്ദേഹം ഒരു കാര്യം ചോദിച്ചു, ഈ കുഞ്ഞിനും വായുണ്ടോ, വായില്ലേ? അമ്മ പറഞ്ഞു, അത്ഭുതം, ഈ കുഞ്ഞിന് വായില്ല. വരരുചി ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഒരു വലിയ കുന്നിൻ്റെ മുകളിലേക്ക് പോയി. ആ കുന്നിൻ്റെ മുകളിൽ ആ കുഞ്ഞിനെ ഒരു പ്രതിഷ്ഠയായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു. അതാണ് വായില്ല കുന്നിലപ്പൻ. ആദ്യം ജനിച്ച 11 കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? 11 കുഞ്ഞുങ്ങളെയും വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ഏറ്റെടുത്ത് വളർത്തി. 11 വ്യത്യസ്തമായിട്ടുള്ള ജാതിയിൽപ്പെട്ടിട്ടുള്ള 11 വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളായിരുന്നു. ആദ്യത്തെ കുഞ്ഞ് മേഴത്തൂൾ അഗ്നിഹോത്രിയാണ്. അദ്ദേഹത്തെ എടുത്തു വളർത്തിയത് ഒരു ബ്രാഹ്മണ കുടുംബമായിരുന്നു. രണ്ടാമത്തെ കുഞ്ഞ് പാക്കനാരാണ്. പാക്കനാരിനെ എടുത്തു വളർത്തിയത് പറയ കുടുംബമാണ്. ആക്ഷേപഹാസ്യത്തിൽ വളരെ പ്രശസ്തനാണ് പാക്കനാർ. മൂന്നാമത്തെ കുഞ്ഞ് നാറാണത്ത് ഭ്രാന്തനാണ്. നാലാമത്തെ കുഞ്ഞ് അകവൂർ ചാത്തനായിരുന്നു. അദ്ദേഹത്തെ എടുത്തു വളർത്തിയത് ഒരു വൈശ്യ കുടുംബമായിരുന്നു. അടുത്ത കുഞ്ഞ് ഉളിയന്നൂർ പെരുന്തച്ചൻ. അദ്ദേഹത്തെ എടുത്തു വളർത്തിയത് ഒരു ആശാരി കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള അച്ഛനും അമ്മയുമായിരുന്നു. അദ്ദേഹം ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ആശാരിയായിട്ട് മാറിയതായിട്ടാണ് മിത്തിൽ പറയുന്നത്. അടുത്ത കുഞ്ഞ് വല്ലോനായിരുന്നു. വല്ലോനെ എടുത്തു വളർത്തിയത് ഒരു പുലയ കുടുംബമാണ്. പുലയ സമൂഹത്തിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയായി വല്ലോൻ മാറി. പിന്നീടുള്ളത് വടുതല നായർ. വളരെ ധീരനായിട്ടുള്ള ഒരു സൈന്യാധിപനായിരുന്നു വടുതല നായർ. അതിനുശേഷമുള്ള കുഞ്ഞാണ് ഉപ്പുകോട്ടൻ. ഒരു മുസ്ലിമായ വ്യാപാരിയാണ് അദ്ദേഹത്തെ എടുത്തു വളർത്തിയത്. പിന്നീടുള്ളത് രാജകനാണ്. രാജകനെ എടുത്തു വളർത്തിയത് അലക്കുകാരായിരുന്നു. പാണനാറാണ് അതിനുശേഷമുള്ള കുഞ്ഞ്. പാണനാറിനെ എടുത്തു വളർത്തിയത് ഒരു സംഗീത കുടുംബമായിരുന്നു. പാണൻ പാട്ടുകളൊക്കെ പാടി നടന്നിരുന്ന കുടുംബം. അദ്ദേഹവും ഒരു പാണനായിട്ട് മാറി. ഒരേ ഒരു പെൺകുഞ്ഞ് മാത്രമാണ് അവർക്കുണ്ടായത്. അതാണ് കാരക്കലമ്മ. കാരക്കലമ്മയെ എടുത്തു വളർത്തിയത് ക്ഷത്രിയ കുടുംബമാണ്. എല്ലാ വർഷവും ഈ 11 പേരും വരരുചിയുടെ മൂത്ത മകനായ അഗ്നിഹോത്രിയുടെ വീട്ടിൽ ഒത്തുകൂടും. മാതാപിതാക്കൾക്ക് പിണ്ടം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും കൃത്യമായിട്ട് ഇവർ ഒത്തുകൂടുന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്ക് ഇതൊട്ടും പിടിച്ചിരുന്നില്ല. കാരണം തങ്ങൾ വളരെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ്. അവിടെ എന്തിനാണ് ഈ പാണനും പുലയനുമൊക്കെ എത്തിച്ചേരുന്നത്? അവർക്ക് എങ്ങനെ ഇവിടെ അന്തി ഉറങ്ങാൻ സാധിക്കും? ഇങ്ങനെയുള്ള ചിന്തകൾ ഭാര്യയ്ക്ക് ഉണ്ടായെങ്കിൽ പോലും അത് തൻ്റെ ഭർത്താവായ അഗ്നിഹോത്രിയെ അറിയിക്കാൻ അവർ ഭയപ്പെട്ടിരുന്നു. പക്ഷേ അഗ്നിഹോത്രി ഇത് മനസ്സിലാക്കി. ഒരു തവണ പതിവ് പോലെ മാതാപിതാക്കൾക്ക് പിണ്ടം വയ്ക്കാനായി 10 പേരും അവിടെ എത്തിച്ചേർന്നു. ആ 10 പേരും ഉറങ്ങിക്കിടക്കുന്ന ആ രാത്രിയിൽ അഗ്നിഹോത്രി തൻ്റെ ഭാര്യയുമായി അവരുടെ അറയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴവിടെ ആ ഭാര്യയ്ക്ക് കാണാൻ സാധിച്ചിരുന്നത് 10 ആളുകളെ ആയിരുന്നില്ല, മറിച്ച് 10 സർപ്പങ്ങളെയാണ്. അനന്തൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 10 സർപ്പങ്ങൾ. ഓരോ സർപ്പത്തിൻ്റെ മുകളിൽ മഹാവിഷ്ണുവിനെയും അവർക്ക് കാണാൻ സാധിച്ചിരുന്നു. ആ 10 പേരും വ്യത്യസ്തരായിട്ടുള്ള, വ്യത്യസ്ത സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള, വ്യത്യസ്ത കുലത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളല്ല. എല്ലാ ആളുകളിലും മഹാവിഷ്ണു തന്നെയാണ് ഉള്ളതെന്നാണ് അഗ്നിഹോത്രി തൻ്റെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുത്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സന്ദേശം, എല്ലാ ആളുകളും, എല്ലാ മലയാളികളെന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യരും ഉണ്ടായിരിക്കുന്നത് ഒരേ ഉറവിടത്തിൽ നിന്നാണെന്നാണ്. ഇത് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. ആദ്യമുണ്ടായിരുന്ന ആഫ്രിക്കൻ മേഖലയിൽ ഉണ്ടായിരുന്ന ഏതാനും ചില മനുഷ്യരിൽ നിന്നുണ്ടായി വന്നതാണ് ഈ കാണുന്ന സകല മനുഷ്യരും. യൂറോപ്യൻസ് ആണെങ്കിലും, ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണെങ്കിലും, കേരളത്തിലുള്ള ആളുകളാണെങ്കിലും, കേരളത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിലും, നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളുടെ എല്ലാവരുടെയും ഉറവിടം ഒന്നാണ്. DNA പഠനങ്ങളിലൂടെ നമ്മുടെ എല്ലാം പൂർവ്വ പിതാവ് ഒരാളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. DNA പഠനങ്ങളിലൂടെ നമ്മുടെ എല്ലാം പൂർവ്വ മാതാവ് ഒരൊറ്റ സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. Y ക്രോമസോം പിതാവും മൈറ്റോകോൺട്രിയൽ മാതാവും. ഈ മാതാവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതുപോലെ തന്നെ മലയാളികളുടെ DNA നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ ഫലത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോയുടെ ലിങ്കും ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട്. പരിശോധിക്കുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും അത് ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക.
ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.